ഉത്തരേന്ത്യയിൽ മഴ ദുരിതം തുടരുന്നു. ഉത്തരാഖണ്ഡിൽ രണ്ടിടത്ത് മേഘവിസ്ഫോടനമുണ്ടായി. നിരവധി പേരെ കാണാതായി. ഡൽഹിയിൽ ശക്തമായ മഴ മെട്രോ സർവീസുകളെയും ബാധിച്ചു. ഉത്തരേന്ത്യയിൽ മഴ ഇന്ന് കാര്യമായി പ്രശ്നമുണ്ടാക്കിയത് ഉത്തരാഖണ്ഡിലാണ്. അവിടെ രണ്ടിടത്ത് മേഘവിസ്ഫോടനമുണ്ടായി. ചമോലി ജില്ലയിലെ ദവാൽ എന്ന സ്ഥലത്ത് മേഘവിസ്ഫോടനത്തിന്റെ ഭാഗമായി രണ്ടുപേർ മണ്ണിനടിയിൽ കുടുങ്ങിപ്പോയി. രണ്ടുപേരെ പരിക്കുകളോടെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. കന്നുകാലികൾ ഉൾപ്പെടെ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു. രുദ്രപ്രയാഗിൽ അവിടെ ദുംഗൽടോക്ക് എന്ന സ്ഥലത്ത് മേഘവിസ്ഫോടനത്തിന്റെ ഭാഗമായി വലിയ അപകടമുണ്ടായി. മണ്ണിനടിയിൽ എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നത് സംബന്ധിച്ച് വിവരം ലഭ്യമല്ല. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. മന്ദാകിനി, അളകനന്ദ എന്നീ നദികൾ കരകവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. വലിയ ജാഗ്രതാ നിർദ്ദേശമാണ് ജനങ്ങൾക്കാകെ ഉത്തരാഖണ്ഡിൽ നൽകിയിരിക്കുന്നത്. ഡൽഹിയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. പല മേഖലകളിലും അതിശക്തമായ മഴ. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. റോഡ് ഗതാഗതവും ഒപ്പം തന്നെ മെട്രോ സർവീസും വലിയ കുഴപ്പമാണ് മഴ കൊണ്ട് നേരിട്ടത്. യെല്ലോ ലൈനിൽ നിരവധി മെട്രോ സർവീസുകൾ വൈകി. മാത്രവുമല്ല, ഇൻഡിഗോ യാത്രക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാര്യമായ പരിശോധനകൾക്ക് ശേഷം യാത്ര എപ്പോഴാണ് ആരംഭിക്കുക, അല്ലെങ്കിൽ വൈകുന്നുണ്ടോ വിമാന സർവീസുകൾ എന്നൊക്കെ പരിശോധിച്ച ശേഷം വിമാനത്താവളത്തിലേക്ക് എത്തിയാൽ മതി എന്ന നിർദ്ദേശമാണ് യാത്രക്കാർക്ക് നൽകിയത്. എന്തായാലും 2 ദിവസം കൂടി ഡൽഹിയിൽ അതിശക്തമായ മഴ തുടരും എന്നാണ് മുന്നറിയിപ്പ്. ജമ്മു കാശ്മീരിലും പഞ്ചാബിലുമെല്ലാം മഴ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളാണ്, രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഡൽഹിയിൽ നിന്ന് ജഗദീഷ് ബിഷ്ടിനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.